ഗാഥ അകത്തേക്ക് കയറി വന്നുകൊണ്ട് അഭി വിളിച്ചതും വിച്ചുവിൻ്റെ കൈക്കുള്ളിൽ അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ഗാഥ അവനിൽ നിന്ന് വിട്ട് അല്പം നീങ്ങി നിന്നു. പോകണ്ടേ മോളെ? അവൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടതും ഗാഥ വിച്ചുവിനെ നോക്കി. അവൻ്റെ കണ്ണുകളും അവളിലായിരുന്നു. അവൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അവൾ പറഞ്ഞു. എന്നാൽ ഇനി വൈകണ്ട, പോകാം, ഇറങ്ങിക്കോ. അഭി പറഞ്ഞുകൊണ്ട് ബെഡിലിരുന്ന് അവളുടെ ബാഗ് കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. അഭി. വിറയലോടെയുള്ള വിച്ചുവിൻ്റെ സ്വരം കാതിൽ പതിഞ്ഞതും അവൻ നിശ്ചലനായി തിരിഞ്ഞു നോക്കി. വിച്ചു ഗാഥയും കൊണ്ട് അവൻ്റെ അടുത്തുനിന്ന് ചെന്നു. അഭി വിച്ചുവിൽ നിന്നും നോട്ടം തെറ്റിക്കാതെ അതേ നൃത്തം തുടർന്നു. എൻ്റെ പെണ്ണിനെ നീ നോക്കിക്കോളും എന്നെനിക്കറിയാം. സൂക്ഷിക്കണം, ഒരാപത്തും കൂടാതെ തിരിച്ചു വരണം മൂന്നാളും. നിങ്ങളുടെ ഒപ്പം ഒരു നിഴലായി എൻ്റെ മനസ്സുണ്ടാകും. അവൻ ദൃഢമായ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് രണ്ടാളെയും നോക്കി. ശേഷം അഭിയെ പുണർന്നുകൊണ്ട് അവൻ്റെ മുതുകിൽ തട്ടി. എല്ലാം ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ തിരിച്ചെത്തുമ്പോൾ അവൻ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. അഭിയുടെ കാതിൽ പറഞ്ഞുകൊണ്ട് വിച്ചു അവനിൽ നിന്നകന്നു. അതിനുള്ള മറുപടി എന്നോണം അഭി ഒന്ന് പുഞ്ചിരിച്ചു, പുച്ഛത്തോടെ, വന്യമായി. ഭയപ്പെടാതെ പോയി വാ, ഏട്ടൻ കാത്തിരിക്കും. അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ അവൻ്റെ കൈ പിടിവിച്ച് ഉദരത്തിലേക്ക് വെച്ച് അവനെ നോക്കി. അവൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവളുടെ വയറിൽ നിന്നും സാരി നീക്കി നഗ്നമായ വയറിൽ ചുണ്ടമർത്തി. അച്ചയുടെ മോൻ, പോയി വാ. അമ്മയ്ക്കൊരു തുണയായി, ധൈര്യമായി അച്ചയുടെ മോനുണ്ടാവണം. അച്ചയും മോൻ്റെ ചേച്ചിയും ഇവിടെ കാത്തിരിക്കും, നിങ്ങൾ തിരികെ വരും വരെ. കുഞ്ഞിനോടായി പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റതും അവൻ്റെ കയ്യിൽ ഒരു വൈബ്രേഷൻ അനുഭവപ്പെട്ടു. അവൻ ഞെട്ടലോടെ അവളുടെ വയറിലേക്ക് നോക്കി. വിച്ചേട്ടാ, വാവ അനങ്ങി, ഗാഥ വിറയലോടെ പറഞ്ഞു. അവനും അതേ അവസ്ഥയായിരുന്നു. പക്ഷെ അതെങ്ങനെ സംഭവിക്കും? ഇവൾക്കിപ്പോൾ 3 മാസമല്ലേ ആയുള്ളൂ. ഇത്ര പെട്ടെന്ന് കുഞ്ഞനങ്ങുവോ? ഗാഥയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു. ഒപ്പം അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ വയറ്റിൽ കുഞ്ഞിന് 2 മാസത്തെ വളർച്ചയുണ്ട്. വിച്ചുവിനെ നോക്കി അഭിയ ചോദ്യം ഉന്നയിച്ചു. ഗാഥയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ കുഞ്ഞ് അച്ഛന് വാക്ക് നൽകിയതാവും, അമ്മയെ നോക്കിക്കോളാം ഇന്ന്, അല്ലേ? നിറകണ്ണുകളോടെ അവളുടെ വയറിൽ ചുണ്ട് ചേർത്തുകൊണ്ട് വിച്ചു അവരെ നോക്കി. ഗാഥ ചിരിയോടെ അവൻ്റെ മുടിയിൽ വിരൽ കോർത്ത് തഴുകി. അവൻ നിലത്തുനിന്ന് എഴുന്നേറ്റ് അവൾക്കൊരു മുത്തം നൽകി അഭിയെ നോക്കി. വാ മോളെ, പോവാം. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ അഭി പറഞ്ഞു. ഗാഥ ഒന്നുയർന്ന് വിച്ചുവിൻ്റെ കവളിൽ ചുണ്ടമർത്തിയ ശേഷം ഉറങ്ങിക്കിടന്ന ദേവൂട്ടിക്കൊരു മുത്തം നൽകി അഭിയോടൊപ്പം നടന്നു. അവർ പോകുന്നത് നോക്കി നിന്ന വിച്ചുവിൻ്റെ കണ്ണുകളിൽ പകയാളി. ധനുട്ട. ഒരു പുതപ്പിനുള്ളിൽ തൻ്റെ നെഞ്ചിലെ വിയർത്തൊട്ടി ഒട്ടിച്ചേർന്ന് കിടക്കുന്നവളെ അവൻ പ്രണയത്തോടെ വിളിച്ചു. അവൻ്റെ നെഞ്ചിൽ മുഖവുരച്ചുകൊണ്ട് അവൾ മൂളിക്കൊണ്ട് ഒന്നുകൂടെ അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നു. എഴുന്നേറ്റ പെണ്ണെ, നേരെ എത്രയെന്ന വിചാരം? അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ടായിരുന്നു ചോദ്യം. അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് വീണ്ടും കണ്ണുകൾ അടച്ചു കിടന്നു. അത് പറ്റില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോണടാ, ഇപ്പോൾ തന്നെ വൈകി. അവളെ തന്നിൽ നിന്ന് വളർത്തി മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. സോറി. അവൻ്റെ കയ്യിൽ മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്തിനാ സോറി? അവൻ സംശയത്തോടെ അവളെ നോക്കി. ഞാൻ കാരണമല്ലേ വൈകിയത്, സോറി ഏട്ടാ. സാരമില്ലടാ, നീ കാരണം ഇടയ്ക്കൊക്കെ ഇങ്ങനെ വൈകാൻ എനിക്കിഷ്ടമാ. അവളെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞവൻ. പോടാ തെമ്മാടി. അവൻ്റെ നെഞ്ചിൽ കളിയായി തള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി അവളുടെ കണ്ണുകളടച്ച ആ ചുംബനം ഏറ്റുവാങ്ങി. ഞാൻ കുളിച്ചിട്ട് വരാം. അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് താഴെ കിടന്ന മുണ്ടെടുത്ത് അരയിൽ മുറുക്കി ബാത്റൂമിലേക്ക് നടന്നു. അവൾ ബെഡ്ഷീറ്റ് ചുറ്റിക്കൊണ്ട് നിലത്ത് കിടന്ന ശ്രീയുടെ ഷർട്ടും എടുത്തിട്ട് അപ്പോഴും ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു, നാണം കലർന്നൊരു പുഞ്ചിരി. ശ്രീ കുളി കഴിഞ്ഞു വരുമ്പോഴും അവൾ അതേ കിടത്തം തുടരുമായിരുന്നു. അവനെ കണ്ടതും അവൾ പതിയെ എഴുന്നേറ്റു. അവൻ മിററിന് മുന്നിൽ നിന്ന് മുടി ചീകുമായിരുന്നെങ്കിലും കണ്ണുകൾ മിററിലൂടെ അവളെ തറഞ്ഞു നിന്നു. തൻ്റെ വിയർപ്പ് കലർന്ന ഷർട്ട് മാത്രം ധരിച്ചു കിടന്നു വരുന്നവളെ കണ്ട് അവൻ കണ്ണു ചുമ്മാതെ മറന്നു നോക്കി നിന്നു. അവൾ കബോർഡ് തുറന്ന് മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. അവൻ്റെ നിൽപ്പ് കണ്ട് അവൾക്ക് ചിരി വന്നെങ്കിലും അവൾ ചിരി കടിച്ചു പിടിച്ച് അവനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. പിന്നെ പറയണോ, ചെക്കൻ്റെ ബോധം ഒന്നുകൂടെ പോയി. അവന് ബോധം വന്നപ്പോഴേക്കും അവൾ ബാത്റൂമിൽ കയറി ഡോർ അടച്ചിരുന്നു. ഗാഥയുമായി അഭി അവൻ്റെ ജിപ്സിയിൽ ദേവർപുരം എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. കർണാടകയിലെ കുടക് ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ദേവർപുരം. ഗാഥയെ കണ്ടതിനു ശേഷം ജൊറാൾഡ് കിച്ചുവിനെ അവിടേക്കാണ് കൊണ്ടുപോയതെന്ന് അഭിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പോകുമ്പോഴും രണ്ടാളും മൗനമായിരുന്നു. ഗാഥ തൻ്റെ കുഞ്ഞിനെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചുമുള്ള ഓർമ്മകളിലായിരുന്നുവെങ്കിൽ അഭി അപ്പോൾ ചിന്തിച്ചത് വിച്ചുവും കിച്ചുവും ഒപ്പം ചിലവഴിച്ചിരുന്ന നിമിഷങ്ങളും അവൻ ഗാഥയെ നേടാൻ വേണ്ടി വിച്ചുവിനോട് ചെയ്ത പ്രവൃത്തികളുമായിരുന്നു.
അബിക്ക് സൈബർ സെല്ലിലെ ഒരു ഫ്രണ്ടിൽ നിന്നും അപ്പോൾ ഓരോ വിവരങ്ങൾ നിർദ്ദേശങ്ങളും അനുസരിച്ചായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അല്പനേരം കഴിഞ്ഞതും അവർ വനപ്രദേശത്തെ കടന്നു. ചുറ്റും മലകളും കുന്നുകളും വലിയ വലിയ മരങ്ങളും ഒപ്പം അതിൻ്റെ മധ്യഭാഗത്ത് നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡിലൂടെ അബിയുടെ വാഹനം നീങ്ങി. മുന്നിലെ ഇരുട്ട് നിറഞ്ഞ വഴികളോ ഭീകരമായ അന്തരീക്ഷമോ ഒന്നും തന്നെ അവരിരുവരെയും ഭയപ്പെടുത്തിയില്ല. പകരം അവരുടെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ കിഷോർ വർമ്മ, അവൻ്റെ പതനം. ഗാഥ ഇറങ്ങും. ഏകദേശം സന്ധ്യയോടടുത്തതും അവർ കുടകിലെത്തിയിരുന്നു. അത്രയും നേരം ഉറക്കത്തിലായിരുന്നവൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. അവൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയതും ഒപ്പം അവളും ഇറങ്ങി. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അവിടുത്തെ തണുപ്പ് ലേശം കുറവായിരുന്നു. അവൾ ചുറ്റും നോക്കി. ഒരു റിസോർട്ടായിരുന്നു അത്. ഗ്രേവില്ല, വളരെ മനോഹരമായ ബോർഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അബി ബാഗ് എടുത്ത് അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. അവിടെ അവർക്കായി 2 മുറികളായിരുന്നു പറഞ്ഞു വെച്ചത്. ഗാഥയുടെ മുറിയുടെ എതിർവശത്തുള്ള മുറിയായിരുന്നു അബിക്ക്. അവളെ മുറിയിലാക്കി അവൻ തൻ്റെ മുറിയിലേക്ക് പോയി. അവൾ ബെഡിലേക്ക് ഇരുന്ന് ബാഗ് തുറന്ന് ഫോൺ കയ്യിലെടുത്ത് വിച്ചുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അവളുടെ കോൾ കാത്തുന്ന പോലെ ഒറ്റ റിങ്ങിൽ കോൾ കണക്റ്റായി. വിച്ചേട്ടാ? അവളുടെ ഒച്ച കേട്ടതും അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. പെണ്ണേ? അവൻ്റെ ശബ്ദമുയർന്നു. ഏട്ടാ, ഞാനിവിടെ എത്തി. മോളെവിടെ? അവൾ വേവലാതിയോടെ എന്നാൽ തൻ്റെ കുഞ്ഞിൻ്റെ സ്വരമൊന്ന് കേൾക്കാനായി ചോദിച്ചു. ഞാൻ കൊടുക്കാം ദേവൂട്ടി, ദാ അമ്മ. അവൻ ഫോൺ കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് വെച്ചു കൊടുത്തു. അമ്മയുടെ പൊന്നെ. നിറഞ്ഞ മിഴികളോടെ ഒരമ്മയുടെ മുഴുവൻ സ്നേഹം കലർത്തി അവൾ വിളിച്ചു. അമ്മയുടെ എനിക്ക് കാണണം, മോളെ തനിച്ചാക്കി പോയില്ലേ? ഗാഥയുടെ ഒച്ച കേട്ടതും ദേവൂട്ടി പരിഭവം പറയാൻ തുടങ്ങി. ഇല്ലട കണ്ണ, അമ്മ വരും വാവയും കൊണ്ട്. മോളെ തനിച്ചാക്കി അമ്മ പോവില്ലട മുത്തേ. അമ്മയ്ക്കൊരു ജോലി കിട്ടി, കഴിയുമ്പോൾ ഓടി വരുമല്ലോ അമ്മയുടെ ചക്രവാവയെ കാണാൻ. മോളെ സമാധാനിപ്പിക്കുമ്പോഴും അവളുടെ ഹൃദയവേദന ഫോണിലൂടെ അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന വിച്ചുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും അവളെ അവനോളം മനസ്സിലാക്കാൻ മറ്റാർക്ക് കഴിയുക? പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചവർ ഫോൺ വെച്ചു. യാത്രാക്ഷീണം കാരണം അവൾ വേഗം തന്നെ ഉറങ്ങിപ്പോയിരുന്നു. നാളെക്കുറിച്ചോർത്ത് വേവലാതിപ്പെട്ടുകൊണ്ട് അബിയും വിച്ചുവും ഉറക്കമില്ലാതെ 2 ഇടങ്ങളിലായി കഴിഞ്ഞു. അവർ തനിക്കായി വിരിച്ച വലയെക്കുറിച്ച് അറിയാതെ അവളെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് അവളുടെ തൊട്ടടുത്തായി, എന്നാൽ 2 മൈൽ ദൂരെ അവനും. പിറ്റേന്ന് ഗാഥയുടെ മുറിയിൽ തുടർച്ചയായുള്ള തട്ട് കേട്ടുകൊണ്ടാണ് അവൾ കണ്ണു ചിമ്മി തുറന്നത്. പതിയെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ ചിരിയോടെ അബി. ഗുഡ് മോർണിംഗ് മോളെ. അവൾക്ക് കഴിക്കാനുള്ള ആഹാരം ചായയും കൊണ്ടാണ് അവൻ്റെ വരവ്. ഗുഡ് മോർണിംഗ് അബിയേട്ടാ. അവൾ ചിരിയോടെ പറഞ്ഞതും അവൻ അകത്തേക്ക് കയറി ട്രേ ടേബിളിൽ വെച്ചു. വേഗം പോയി ഫ്രഷായി വന്നേ, എന്നിട്ട് ഇതെടുത്ത് കഴിച്ചേ. അവൻ റൂമിലെ കർട്ടൻ നീക്കിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയി. അവൾ വേഗം ഫ്രഷായി വന്നതും അബി അവൾക്ക് ആഹാരം കൊടുത്തു. കഴിക്ക്, ഇല്ലെങ്കിൽ നിന്റെ കെട്ടിയോന് എന്നെ കൊല്ലും. എത്ര തവണയാണെന്നറിയോ എന്നെ വിളിച്ചേ? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കാത്തൊരു ചെക്കൻ. അബി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തിരുന്നു. സോറി ഏട്ടാ. ഷോ, ഈ വിച്ചേട്ടൻ. അവൾ ദയനീയമായി അവനെ നോക്കി പറഞ്ഞു. സാരമില്ലടാ, അവന് മോളോട് അത്രയ്ക്ക് ഇഷ്ടമായോണ്ടല്ലേ. അവൻ ചിരിയോടെ അവളെ നോക്കി അവൾ ചമ്മലോടെ തലകുനിച്ച് കഴിക്കാൻ തുടങ്ങി. ഗാഥ, എന്ത് തീരുമാനിച്ചു മോളെ? അല്പനേരത്തെ മൗനത്തിനു ശേഷം ഗൗരവത്തോടെ അവൻ ചോദിച്ചു. അവൾ തല ഉയർത്തി അവനെ നോക്കി. പോണം അബിയേട്ട, ഇന്ന് തന്നെ. അയാളെ എനിക്ക് കാണണം, വൈകിക്കാൻ വയ്യ. എത്രയും വേഗം എനിക്ക് എൻ്റെ വിച്ചേട്ടൻ്റെ അടുത്തെത്തണം. എനിക്ക് ജീവിക്കണം അബിയേട്ട, എൻ്റെ വിച്ചേട്ടനോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പവും. അവൾ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. എനിക്ക് മനസ്സിലാവൂടാ. മോള് കഴിക്ക്, ഞാനിപ്പോൾ വരാം. അബി അവളുടെ തലയിലൊന്ന് തലോടി പുറത്തേക്ക് പോയി. അബി തൻ്റെ മുറിയിലേക്ക് ചെന്ന് ഫോണെടുത്ത് വിച്ചുവിനെ വീഡിയോ കോൾ വിളിച്ചു. ഹലോ അബി. മറുപുറത്ത് വിച്ചുവിൻ്റെ ശബ്ദമുയർന്നു. ആ വിച്ച, അവൾ കഴിക്കുക, പെട്ടെന്ന് ഇറങ്ങണം. അവൾ തീരുമാനിച്ചുറപ്പിച്ചാണ്, പക്ഷെ എന്താ മനസ്സിലെന്ന് എനിക്കറിയില്ല. അബി ഗൗരവത്തോടെ പറഞ്ഞു. എനിക്കറിയാം അബി, എന്തു തന്നെയായാലും നീ അവളുടെ ഒപ്പം വേണം. എനിക്കിനി ഒരിക്കൽ കൂടി അവളെ നഷ്ടപ്പെടാൻ ഇടയായാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല അബി. അവൻ്റെ ഒച്ചയിടറിയത് അബിക്ക് മനസ്സിലായി. എന്തു പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ലെങ്കിലും അവൻ തുടർന്നു. എനിക്കറിയാം വെച്ച, ഞാൻ ഉണ്ടാവും അവളോടൊപ്പം, നേരിട്ടില്ലെങ്കിലും. എന്നെ കൊന്നിട്ടേ അവൻ അവളുടെ ദേഹത്ത് തൊടാൻ കഴിയൂ. ശരിയടാ, ഞാൻ വിളിക്കാം. വിച്ചു ഒന്ന് മൂളിക്കൊണ്ട് അപ്പോഴേക്കും അബി ഫോൺ കട്ട് ചെയ്ത് കുറച്ചു നേരം എന്തോ ഓർത്തതിനു ശേഷം അവൻ മറ്റാർക്കോ ഫോൺ ചെയ്തു. ധനു കുളിച്ചിട്ട് വന്നപ്പോൾ ശ്രീയെ കണ്ടില്ല. അവൾ വേഗം താഴെ ചെന്ന് അവിടെ വാസുദേവനുമായി എന്തോ സംസാരിച്ചിരിക്കുമായിരുന്നു അവൻ. അവൾ സ്റ്റെപ്പിറങ്ങി താഴേക്ക് ചെന്നു. അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. അവൾ അവനൊരു പുഞ്ചിരി നൽകി. ആ മോളിങ്ങ് വന്നേ. വാസുദേവൻ അവളെ അടുത്തേക്ക് വിളിച്ചു. അവൾ അയാളുടെ അടുത്തേക്ക് ചെന്നു.
എന്താ അച്ഛാ? അവൾ സംശയത്തോടെ അയാളെയും ശ്രീയെയും നോക്കി. മോള് കൃഷ്ണഗാഥയിലേക്ക് പോകേണ്ടി വരും. ഗാഥമോൾ അഭിമോനോടൊപ്പം ഒരിടം വരെ പോയി. വിച്ചുമോന് ചിലപ്പോൾ പോകേണ്ടി വന്നേക്കും. അപ്പോൾ ദേവൂട്ടിയെ നോക്കാൻ മോള് അരുന്ധതിയോടൊപ്പം നിൽക്കേണ്ടി വരും. അയാൾ അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. പോകാം അച്ഛാ. അവൾക്കൊന്നും മനസ്സിലായില്ല എങ്കിലും അവൾ തലയാട്ടി സമ്മതിച്ചു. എങ്കിപ്പോൾ തന്നെ റെഡിയായിക്കോ, അയാൾ പറഞ്ഞു. അവൾ ഒന്ന് മൂളിക്കൊണ്ട് ശ്രീയെ ഒന്ന് നോക്കി റൂമിലേക്ക് പോയി. അവൾ എവിടെയാ? അവൻ്റെ കൂടെ പോയേ. ഇനി വിഷ്ണുവിനെ പറ്റി ചൊളിച്ചോടിയതായിരിക്കുമോ? അപ്പോൾ ആ കിച്ചുവോ? എന്തു തന്നെയായാലും ഇതിപ്പോൾ നന്നായല്ലോ. ഇനി ഇത് വെച്ചൊരു കളി കളിക്കാം. എല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട ലക്ഷ്മി കാട് കയറി ചിന്തിക്കാൻ തുടങ്ങി. ലക്ഷ്മിയുടെ കഷ്ടകാലം തുടങ്ങി. ധനു ബാഗ് പാക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും ശ്രീ റൂമിൽ കയറി അവളെ വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. പെട്ടെന്ന് അവളൊന്ന് പകച്ചുപോയി. മനുഷ്യനെ പേടിപ്പിച്ചു കൊല്ലുമല്ലോ ശ്രീയേട്ടാ, അവൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്ന ശേഷം അവളെ ആഞ്ഞു പുണർന്നു. അവളൊന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം അവളും അവനെ തിരികെ പുണർന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ അവളെ മോചിപ്പിച്ചു. പോവാം, അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ തലയാട്ടി സമ്മതിച്ചതും അവൻ ബാഗെടുത്ത് മുന്നോട്ട് നടന്നു. ഏട്ടത്തി, അവളുമായി ഉമ്മറത്തേക്ക് നടന്നതും പെട്ടെന്ന് പിന്നിൽ നിന്നും ബാലയുടെ ശബ്ദം കേട്ടതും രണ്ടാളും തിരിഞ്ഞു നോക്കി. ശ്രീ നെറ്റി ചുളിച്ച് അവളെ നോക്കി. ഞാനും കൂടി പോന്നോട്ടെ? അവരുടെ മുന്നിൽ തലതാഴ്ത്തി നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. ധനു വാത്സല്യത്തോടെ അവളെ നോക്കി. വേണ്ട. ശ്രീയുടെ അലർച്ച കേട്ടതും ധനു ഞെട്ടി അവനെ നോക്കി. ശ്രീയേട്ട പ്ലീസ്. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ കൂളാക്കാൻ ശ്രമിച്ചു. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അവൻ ധനുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ശ്രീ, വാസുദേവൻ വിളിച്ചതും രണ്ടാളും തിരിഞ്ഞു നോക്കി. അമ്മുവിനെ കൂടി കൊണ്ടുപോ മോനെ, അവളിപ്പോൾ പഴയ പോലെയല്ല. ഒരവസരം കൊടുത്തു നോക്കാം നമുക്ക്. അച്ഛൻ്റെ വാക്കുകൾ തള്ളിക്കളയാനാവാതെ ശ്രീ ധനുവിനെ നോക്കി. അവൾ അവനെ നോക്കി കെഞ്ചി. അവൻ തലയാട്ടി സമ്മതം നൽകിയതും അവൾ ബാലയെ കൈവാട്ടി വിളിച്ചു. അവൾ വാടിയൊരു ചിരിയോടെ തൻ്റെ ബാഗുമായി അവൻ്റെ കാറിൻ്റെ പിന്നിൽ സീറ്റിൽ കയറി. ഒരു ചിരിയോടെ ധനു കോ ഡ്രൈവിംഗ് സീറ്റിലും പിന്നാലെ ശ്രീയും. അവരുടെ കാറ് തറവാട്ടിൽ നിന്ന് അകന്നു പോകുന്നത് ഒരു നെടുവീർപ്പോടെ ആ അച്ഛൻ നോക്കി നിന്നു. ഗാഥയും കൊണ്ട് അബി റിസോർട്ടിൽ നിന്നിറങ്ങി ഒരു വൈറ്റ് ഇന്നോവ കാറിൽ കയറി. അവളെയും വഹിച്ചുള്ള അബിയുടെ വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് ചലിച്ചു. മോളെ, ഈ മാല കഴുത്തിലിട്. അവൻ നീട്ടിയ മാലയിലേക്ക് അവൾ ഒരു നിമിഷം നോക്കി. ശേഷം അത് വാങ്ങി കഴുത്തിൽ താലിമാലയ്ക്കൊപ്പം അണിഞ്ഞു. അതിൽ ബട്ടൺ ക്യാമറ ഉണ്ട്. മോളൊരു കാരണവശാലും ഇത് കൈമോശപ്പെടുത്തരുത്, അവൻ ഗൗരവത്തോടെ പറഞ്ഞവൾ തലയാട്ടി സമ്മതിച്ചു. കുറച്ച് മുന്നോട്ട് നീങ്ങിയതും വണ്ടി നിന്നു. ഗാഥ സംശയത്തോടെ അവനെ നോക്കി. ഇറങ്ങ്, അവൻ പറഞ്ഞതും അവൾ ഇറങ്ങി. ഒപ്പോ അവനും. അവൾ ചുറ്റും നോക്കി. ചുറ്റും ഉയർന്ന മരങ്ങൾക്കിടയിലൂടെ ടാറിട്ട റോഡിന് അല്പം മുന്നിലായി ഒരു ബ്ലൂ കളർ ഇന്നോവ കണ്ടു. അബി അവളുമായി അതിനടുത്തേക്ക് ചെന്നു. കേറിക്കോ, ഏട്ടൻ പിന്നാലെ ഉണ്ട്. ഇത് നമ്മുടെ പയ്യനാ, ചേതൻ. ചേതൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, സൂക്ഷിച്ചു വേണം. ശരി സർ, ഞാൻ നോക്കിക്കോളാം, അവൻ അയാളോടായി കന്നഡയിൽ പറഞ്ഞു. അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി കാറെടുത്തു പോയി. ആ വാഹനത്തെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ഡിസ്റ്റൻസിൽ അബിയുടെ വാഹനവും നീങ്ങി. അപ്പോഴെല്ലാം അവരുടെ ഉള്ളിൽ അവൻ്റെ മുഖം മാത്രമായിരുന്നു, തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ. അല്പനേരം കഴിഞ്ഞതും അവരുടെ വാഹനം കിച്ചുവിൻ്റെ വീടിന് മുന്നിൽ ചെന്നു. ഇതാണ് അയാളുടെ വീട്, നിങ്ങൾ പൊക്കോളൂ, ഞാനിവിടെ ഉണ്ടാകും, അയാൾ പറഞ്ഞതും അവൾ അയാളെ ഒന്ന് നോക്കി പുറത്തേക്കിറങ്ങി.